നീ എന്നൊരു മുറി ഓഫർ ചെയ്തെങ്കിലും അങ്ങോട്ടേക്ക് മാറണം എന്നൊന്നും ഞാൻ ഓർത്തതല്ല. പക്ഷെ നീ പറഞ്ഞതുപോലെ ശ്വാസം മുട്ടി തുടങ്ങിയിരുന്നു എനിക്ക്. പിന്നെ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഹരാസ്മെൻറ്റ്, അതാ കെട്ടിപ്പൂട്ടിങ്ങ് പോകുന്നത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് തരുന്നൊരു സേഫ്റ്റി ഒരു ഹോസ്റ്റലും തരില്ല എന്നൊരു തോന്നൽ. പിന്നെ ദയവ് ചെയ്ത് ഒരല്പം വൃത്തിയായിട്ട് ഈ വീട് സൂക്ഷിച്ച വളരെ നല്ലതായിരിക്കും. ഇത് എന്താ ഇത് എല്ലാം വാരി വലിച്ച് നിരത്തിയിട്ട് മതി കൊച്ചു പിള്ളേരെ പോലെ. എന്റെ മാറ്റിയേട്ടാ ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ എടുത്തു വെക്കൽ അടിക്കപ്പറക്കലൊന്നും വേണ്ടാന്ന്. അതൊക്കെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് എന്താ കുഴപ്പം? ഇരിക്കുന്നിടത്ത് ഇരുന്ന് ചേച്ചിക്കൊന്നും പറഞ്ഞോളൂ, എത്ര തവണ പറഞ്ഞിട്ടുള്ള കാര്യം താവാ. 5 ലക്ഷം അതൊക്കെ അവിടെ ഇരിക്കൂലേ? എങ്ങനെ എൻ്റെ കൈ വന്നു? എന്നാ അത് ഇവിടെ ഇരിക്കട്ടെ. അല്ല പിന്നെ അപ്പൊ എങ്ങനെ ആർക്കറിയാം? ആർക്കറിയാം? അപ്പൊ ഇതാണ് നമ്മുടെ മുറി. ഐ മീൻ നിന്റെ മുറി. അമ്മ ഉപയോഗിച്ചിരുന്ന മുറി ആയതുകൊണ്ട് കുറച്ച് വൃത്തിയും എടുപ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഈ മുറി മൊത്തം നീയാണല്ലോ. ഫോട്ടോഗ്രാഫ്സ് ആർ ഫ്രെയിംഡ് മെമ്മറീസ്, അമ്മയുടെ ഫിലോസഫി. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന സുന്ദരന്മാരായ മോഡൽസ് ഞാനും അപ്പയും ആയതുകൊണ്ട് അമ്മ എടുത്തേക്കുന്ന ഫോട്ടോസ് മുഴുവൻ ഞങ്ങളുടെ. അന്നും നല്ല അലമ്പായിരുന്നല്ലേ? പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? അന്നും ഇന്നും എന്നും നല്ല കട്ടക്കൂറയാണ്. പിന്നെ ഇവിടെ ഇതിന് മാത്രം ഫോട്ടോസ് ഉണ്ടായിട്ടും നിന്റെ കണ്ണുടക്കിയത് ഈ ഫോട്ടോയിലാണല്ലേ. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അയ്യടാ. ആ പിന്നെ നീ എന്തിനാ നേരത്തെ ചേട്ടൻ്റെ അടുത്ത് ഒച്ച വെച്ചേ? അത് കുറച്ച് ഓവറായി പോയിട്ടോ, ശരിയായില്ല. അത് ശരിയായില്ലല്ലേ? എനിക്ക് തോന്നിയത്. സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ പുള്ളി വീണ്ടും തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് ശരിയാക്കി കൊടുക്കാം. തമാശയാണോ? നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. പുള്ളി അതൊക്കെ അടുക്കി പറക്കി വെക്കുമായിരുന്നില്ല. എടോ മാഡം നിഹാരിക ബാനർജി, സംഭവം മാറ്റിയിട്ട് നമ്മുടെ മുത്താണ്. പക്ഷേ എൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എങ്ങനെ അതിൻ്റെതായ സ്ഥാനത്തോ? ആ മുറിയിൽ ഒരൊറ്റ സാധനം പോലും നിരജോ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. എല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെ മലങ്കോലമായിട്ട്. നമ്മുടെ കെമിസ്ട്രിയിൽ കിയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ടാൽ മുറി. ആ കൂമ്പാരത്തിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? എടോ നിനക്കല്ലേ, എനിക്ക് ഇതാണ് പെർഫെക്റ്റ് സിസ്റ്റം. യുനോ, ഈ അലങ്കോലത്തിനൊക്കെ ഒരു അലങ്കാരമുണ്ട്, എൻ്റെതായ ഒരു ഓർഡറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. ആകെ മൊത്തം അൽക്കുൽത്താരി എടുക്കുകയല്ലേ, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് നടക്കുന്നുണ്ടല്ലോ. റബ്ബിഷ് നോടക്കാം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ റബ്ബിഷ് എന്ന് വിളിക്കല്ലേ വേണം. സി, എന്ത് സാധനവും ഒന്ന് കൈ നീട്ടിയൊക്കെ എടുക്കണം. എല്ലാം കൂടെ അവിടെ അടച്ചു കൂട്ടി വെച്ചാൽ അത് നടക്കില്ല. ഇപ്പം ഈ റൂമിനകത്ത് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഈസിയാണ്. എന്തെങ്കിലും വേണം ചോദിച്ചു, ഞാൻ എടുത്തു തരാം. ചോദിക്കും. ടവൽ 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 ദേ ടവൽ. ചീപ്പ് 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 അണ്ടർവെയർ അണ്ടർവെയർ അണ്ടർവെയർ. ഹൈ ആ വെച്ചോ, എടുത്തോ. പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ്. സിസേഴ്സ് സിസേഴ്സ് ചെറുതോ വലുതോ? മീഡിയം മീഡിയം മീഡിയം. വാലറ്റ് ഉണ്ടോ? വാലറ്റ് ഉണ്ടല്ലോ. പേന പേന എവിടെ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങളാരും പേന ഉപയോഗിക്കാറില്ല. ഞങ്ങളൊക്കെ പെൻസിലിന്റെ ആൾക്കാരാണ്. അതാവുമ്പോ തെറ്റിയാ മാച്ചിട്ട് വീണ്ടും എഴുതാലോ. അതേ പേന വന്നല്ലോ. മിസ്സസ് ശിവനാഥ് സർ, ദേശാടനമൊക്കെ കഴിഞ്ഞോ? അത് കഴിയുന്നില്ലല്ലോ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചതാ. ആരുടെ ഇത്? പരിചയപ്പെടുത്താം, ഇത് നിഹാരിക. വെറും നിഹാരിക അല്ല, നിഹാരിക ബാനർജി. പിന്നെ ക്ലോസ് ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിഹാന്ന് വിളിക്കാം. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വേണ്ടി വന്നതാ. കുറച്ചാണ് ഇവിടെ ആയിരിക്കും താമസം. അല്ല, എൻ്റെ പേനങ്ങ. അയ്യോ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് മിസ്റ്റർ മാർട്ടിൻ. ഞാൻ മാർട്ടിൻ എന്ന് വിളിക്കും. ഇവിടുത്തെ ഓൾ ഇൻ ഓളാണ്. ഈ വീട് മൊത്തം ഭരിക്കുന്ന പുള്ളിയാ. ശബ്ദം കേട്ടില്ലേ? സലോമി ചേച്ചി. സലോമി ചേച്ചിയുടെ ഭാര്യയാണ് മാർട്ടിൻ. അതെ, അല്ല കുഞ്ഞെ, എൻ്റെ ഭർത്താവ്. അതെ, അതാണ്. പിന്നെ ഇത് മിസ്റ്റർ ശിവനാശൻ, ആർട്ടിസ്റ്റ്, ആക്ടിവിസ്റ്റ്, ട്രാവലർ, എന്ത് സീനും പിടിക്കും. എന്റെ ഒരു ആശാനാണെന്നോ ചേട്ടനാണെന്നോ സുഹൃത്താണെന്നോ ഒക്കെ പറയാം. പിന്നെ എൻ്റെ പൊന്നു മോളെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്.
സലോമേച്ചേ എന്തോ കാപ്പി അറിയല്ലേ? 2 കാപ്പി. എനിക്ക് ചായ മതി. ആ ബെസ്റ്റ്. യവനോട് എന്നെ പൊന്നുമോളെ, ഇത് നോ ചായ സോണാ. ഈ കൂട്ടുകാരന് കാപ്പി മാത്രമേ ഇറങ്ങത്തുള്ളൂ. ദേ ഈ പാവങ്ങള് കട്ടനിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ചായപ്പൊടി പോലെ ഇവനെടുത്ത് പള്ളേ കളഞ്ഞു. നിന്റെ ചായ ബോറാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാപ്പി ഇടാം. പുറത്ത് വന്നാ മതി ചേട്ടാ. നമ്മളെ പുറത്ത് കാറ്റുകൊണ്ടിരിക്കും. മോളുടെ വീട്ടുകാരൊക്കെ ബാംഗ്ലൂരാണ്. എത്ര നാളായിട്ട് അറിയാം അവനെ? അധികമായിട്ടില്ല, ഒരു 2-3 ആഴ്ച. ഞാനുൾപ്പെടെ അവൻ്റെ ലൈഫിൽ ചേർത്ത് വെച്ചിരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ 10 താഴെ കാണത്തുള്ളൂ. അവരെല്ലാം തന്നെ അവൻ്റെ ലൈഫിൽ കൂടിയിട്ട് വർഷങ്ങളായവരാ. അവരുടെ ഇടയിലേക്ക് മോളെ കൂട്ടിക്കൊണ്ട് അവൻ വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ കുറച്ച് ദിവസം ഒരു പേയിങ് ഗസ്റ്റ് പോലെ. പേയിങ് ഗസ്റ്റിനും അപ്പുറത്തേക്ക് മോളെ അവൻ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നതും ഒരു മുറി തുറന്നു വന്നതും ഒക്കെ. എനിക്കറിയില്ല അവനെ. അതിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്ന ചിലരുടെ കുറുമ്പുകളൊക്കെ ഉള്ളൂ. മനസ്സുകൊണ്ട് വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കുമ്പോൾ മോളറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. 2 മരണങ്ങൾ കൊണ്ട് വല്ലാതെ പകച്ചു പോയൊരു മനസ്സാവൻ്റെ. അവന് 10 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പം മരിച്ചു. അത് കണ്ണിൻ്റെ മുന്നിലായപ്പോൾ വല്ലാതെ പേടിച്ചു പോയി. വലുതാകുമ്പോൾ ആ പേടി മാറുമെന്നൊക്കെ ഓർത്തെങ്കിലും അപ്പോഴേക്കും ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ഫോബിയായി മാറിക്കഴിഞ്ഞിരുന്നു. മരണമായ ബന്ധമുള്ള എന്തും ചത്ത് കിടക്കുന്ന എറുമ്പ് പോലും ഇന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യും. ആ സമയത്ത് അവൻ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഈ കഥകളൊന്നും അറിയാത്ത ഒരാൾക്ക് ഭ്രാന്തായിട്ട് തോന്നും. പിന്നെ അവൻ്റെ അമ്മ, അവർ 2 പേരും മാത്രമായിരുന്നുകൊണ്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവർ തമ്മിൽ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു അസുഖം വരുന്നു, കഷ്ടിച്ച് 1 മാസത്തെ എക്സ്ട്രീം പെയിൻ. അമ്മ പോയി, അതും അവനടുത്തിരിക്കുമ്പോൾ. ചടങ്ങുകൾക്കൊന്നും അവനില്ലായിരുന്നു. മുറിയടച്ച് ഒരേ ഇരിപ്പ്. പിന്നെ സൈക്കോളജിസ്റ്റുമാരും കൗൺസിലർമാരും മരുന്നുകളും. കുറച്ച് നാളെടുത്തു ഞങ്ങൾക്ക് അവനൊന്ന് തിരിച്ചു കിട്ടാനേ. ഇപ്പൊ അവന് ലൈഫിനോട് വല്ലാത്ത ഭ്രാന്താണ്. അപ്പനെയും അമ്മയും കൊണ്ടുപോയ മരണത്തോട് അവൻ തന്നെ നടത്തുന്ന യുദ്ധം. പക്ഷെ ചില സമയത്ത് അവ അതെല്ലാം മറക്കും. അപ്പോഴാണ് അവ ഒരു പക്ക ആർട്ടിസ്റ്റ് ആവുന്നത്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കപ്പ് പിടി, കാപ്പി പിടി. കോഫി ഈസ് കഫേൻ, കഫേൻ ഈസ് ക്രിയേറ്റിവിറ്റി എന്ന് ആരാശനെ പറഞ്ഞിട്ടുള്ളത്? നീ തന്നെ. അത് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരുന്നു. അല്ലല്ല, ഒരു കോഫി കുടിക്കുന്ന സമയം നീ ഇങ്ങോട്ട് കയറി വന്നേ. എന്താന്നാടാ ഇത്? ഇങ്ങോട്ട് കയറി വേടാ. ഇല്ലടാ, ഞാൻ വരുന്നു. പോരുന്നു. ആരാ? ഞാൻ അങ്ങോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഡ്രൈവർ എന്നെ ഇവിടെ ഇട്ടേച്ച് പൊക്കളെ. ഡ്രൈവർ എന്നപോലെ അങ്ങനെയൊക്കെ ഉണ്ട്. ലൈറ്റ് എടുത്ത മോളെ പോട്ടെ. കാപ്പി ഇഷ്ടായോ? വാ. നീ കാണിക്കുന്ന ഏതെങ്കിലും ഒരു കന്നന്തിരിവിന് എനിക്ക് ന്യായീകരണം ഇല്ലാതെ കേട്ടോ. പക്ഷെ ഇന്ന് നീ നിന്റെ പെൻസിലിനോടും എൻ്റെ ബുക്കിനോടും ചെയ്തത് നീ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഐ ഹാവ് മൈ ഡിസഗ്രിമെന്റ്സ്. നീ പറയുന്നത് പോലെ അതൊക്കെ ഒരു സാധനങ്ങളല്ല. പെൻസിലെടുത്ത് ചെവി തോണ്ടുന്നു, പുസ്തകം മുഴുവൻ തുപ്പൽ തേച്ച് വയ്ക്കുന്നു. സോ ഡിസ്കസ്റ്റിംഗ്. കഴിവ് കൂടുതലൊക്കെ നല്ലതാ, പക്ഷെ അഹങ്കാരമായിരുന്നു. നിലത്ത് ചവിട്ടി നിൽക്കണം. ഇത് എത്ര നേരം ഇന്നെങ്ങനെ തീരുവാ? കഴിഞ്ഞ എൻ്റെ കുഞ്ഞമ്മേ, ഒന്ന് ക്ഷമിക്കുക. ഈ പണിയൊന്നും അറിയാൻ പാടില്ല, വെറുതെ ആളാ നിനക്കെടുത്തത്. അവനെന്തേ കുഞ്ഞുമോൻ? ഇത് ഇപ്പം പുറത്തോട്ട് പോയി വെള്ളം എടുക്കാൻ വരും. ഇതെങ്ങനെയുണ്ട്? ഇതെൻ്റെ അങ്ങാരൊന്നുമല്ല, വെറുതെ അവൻ വന്നേക്കനാണ് മനുഷ്യനെ പറ്റിക്കാൻ. ഇത് പുള്ളി തന്നെയാണ്. ഇങ്ങനെ കുഞ്ഞമ്മനെ വിട്ടുപോയിട്ട് ഒരു 10-20 കൊല്ലമായില്ലേ? അതിൻ്റെ ഒരു വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ടാവില്ലേ? ഇനിയൊന്ന് നോക്കിയേ ഇല്ലേ? ഇത്തിരി വയസ്സായിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെറുപ്പമാക്കി തരാം. മോനോട് ഇരിക്കുക, ഞാൻ കുറച്ച് കഞ്ഞെടുത്തിട്ടുണ്ട്. ലൂക്ക, നീ എന്തായി ചെയ്യുന്നത്? കണ്ടില്ലേ? എന്തേ? അതാ ചോദിച്ച ഒരു അറപ്പില്ലെന്ന്. എന്തിനു പടം വരയ്ക്കുന്നതിനാ? അതിനല്ല, ഈ പെൻസിലെടുത്ത് ചെവിയിൽ ഇങ്ങനെയൊക്കെ ആക്കാൻ. പെൻസിലല്ലേ ചെവിയുടെ ഏറ്റവും ബെസ്റ്റ്.
ആ ബഡ്സൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, മറ്റേ ഇയർ ഡ്രമ്മൊക്കെ പൊട്ടിപ്പോവും. ഈ പെൻസിൽ വെച്ചല്ലേ നീ സ്കെച്ചൊക്കെ വരയ്ക്കുന്നത്, അതിനൊരു ഡിഗ്നിറ്റി ഇല്ലേ, ഒരു ഡിവൈനിറ്റി ഇല്ലേ? യു ഗോട്ട് റെസ്പെക്ട് ദാറ്റ്, നോ? അതിനിപ്പോൾ എന്താ, ഇതൊരു യൂസ് ആൻഡ് ത്രോ ഒബ്ജക്റ്റ് ആണ്. ഇപ്പം ഇതിൻ്റെ പോലെ തരുമ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ച് ചെത്തിക്കളയും, പിന്നെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാണ്ടാവുമ്പോൾ എറിഞ്ഞ് കളയും. അത്രേ ഉള്ളൂ, നത്തിങ് മോർ നത്തിങ് ലെസ്. തർക്കിക്കാനൊന്നും ഞാനില്ല, പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഇതിന് കുറച്ചുകൂടി റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണം. എടോ, ഞാൻ ചെയ്യുന്നൊരു ആർട്ട് വർക്കിനെ റെസ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന് ഉപയോഗിക്കുന്ന പേന, പെൻസിൽ, ക്യാൻവാസ് ഇതിനെയൊക്കെ തൊട്ടുപുത്രം തലയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, താൻ വായിക്കുന്ന പുസ്തകത്തിൻ്റെ കണ്ടന്റിനാണ് വില, അല്ലാതെ പുസ്തകം ഇറ്റ്സെൽഫ് ഈസ് വർത്ത് നത്തിങ്. ഓഫ് കോഴ്സ് നോട്ട്. ഓരോ ബുക്കിനും അതിൻ്റെതായിട്ടുള്ളൊരു ദൈവികതയുണ്ട്. നീ കേട്ടില്ലേ, എ ബുക്ക് കൻ ഗിവ് യു എ ലൈഫ്, എ ബുക്ക് കൻ ടേക്ക് യുവർ ലൈഫ്. ഈ പുസ്തകത്തിന്റെ എത്രാമത്തെ പേജിലാണ് ദൈവികത എന്ന് പറഞ്ഞത്? ഇതെന്തീ തുപ്പലൊക്കെ തേക്കണേ? തുപ്പലേജിലെ പുസ്തകത്തിന് പേജ് മറയ്ക്കാം. ഞങ്ങൾ തലമുറകളായിട്ട് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് പേജ് മറയ്ക്കുന്നത്, എൻ്റെ അപ്പ എങ്ങനെയാണ് പേജ് മറച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അപ്പയുടെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചുകൊണ്ടിരുന്നത്. നാളെ എനിക്ക് പിള്ളേരുണ്ടായാലും ആ ഒരക്ഷരം പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് തുപ്പലോട്ട് പേജ് മറക്കുന്നത്. ആണല്ലോ, വെറുതെ അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എവല്യൂഷൻ കേട്ടിട്ടോ, അത് സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ കുടുംബത്തില്, ഇങ്ങനെയൊക്കെ. അപ്പൊ എവല്യൂഷൻ സംഭവിച്ചാൽ വായ തുപ്പലൊക്കെ പറ്റിപ്പോകും. അല്ല, തുപ്പൽ എന്നോട്ടാ മോശപ്പെട്ട കാര്യമായത്? പൊള്ളിയെ പോലും തുപ്പലല്ലേ തേക്കുന്നത്. തുപ്പലിനെന്താ കുഴപ്പം? തുപ്പലിനെന്താ കുഴപ്പം? ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ, തന്നെ വീണാണ്. ഞാൻ രക്ഷിക്കാം. കൈതാ കൈതാ. ഈ വെള്ള തുപ്പലിനത്ര കേടല്ലേ? പാമ്പായിരിക്കുള്ളൂ. പേരും മുഖവും ഒന്നും ഓർമ്മയില്ലാത്ത കുറേ കുട്ടികളുടെ കൂടെ കാൽക്കട്ടയിലെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതാ എനിക്ക് ചൈൽഡ്ഹുഡിനെ പറ്റിയുള്ള ആകെയുള്ളൊരു വേഗ് മെമ്മറി. അവിടെ എവിടെയോ ബ്രേക്ക് ഡൗണായി കിടന്നിരുന്നൊരു വണ്ടി പെട്ടെന്നിങ്ങനെ റീസ്റ്റാർട്ടായ പോലൊരു ഫീൽ. താങ്ക് യു. വെൽക്കം. സാറേ, അത്താഴ റെഡി ആയിട്ടുണ്ട്. എടുത്തു വെച്ചോ. വേണ്ട ചേച്ചി. ഇങ്ങനെയാണ് നമുക്കിതും വേണ്ടെന്ന് വയ്ക്കാം ഫാത്തിമ. നാളെ മുതൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഞാൻ എന്ത് ചെയ്തിട്ടാ അക്ബർ? ചേച്ചി, എൻ്റെ റൂമിലെ ആ ജനലോ നടച്ചാറേ. ഫാത്തിമ, നീ ആളാകെ മാറിപ്പോയി. നമ്മൾ ഒരുമിച്ച് നല്ല സുഹൃത്തുക്കളെ പോലെയല്ലേ പിരിയാൻ തീരുമാനിച്ചത്? നിന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പേപ്പേഴ്സ് ഫയൽ ചെയ്യാൻ കൊടുത്തതും. പക്ഷേ അന്ന് മുതൽ നീ വേറെ ആരോ ആണ്. ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് എത്ര ദിവസമായി ഫാത്തിമ? ഞാൻ ഒരു കാര്യവും നിന്നോട് മറച്ചു വെച്ചിട്ടില്ല. നിക്കാഹിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നും കൂടെ കൂടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലെന്നും. നിന്നെ ഇതിലേക്ക് വലിച്ചിട്ടതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പിരിയണമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. എന്റെ നല്ലതിനോ? ആത്മാർത്ഥമായിട്ട് പറയാമോ അക്ബർ ചെയ്യുന്നതൊക്കെ എന്റെ നല്ലതിനാന്ന്? ഞാൻ ആ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്തത് അക്ബറിനെ ഓർത്തിട്ട്, അക്ബറിനെ കരുതി മാത്രം. പറഞ്ഞത് ശരിയാ, അക്ബർ എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. നിക്കാ ഒരു പരീക്ഷണമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്. അപ്പോഴൊക്കെ അക്ബറിനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അക്ബർ ഇതിന് തയ്യാറല്ല, അതിന് താല്പര്യവുമില്ല. ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയല്ലേ പേഴ്സിലെ ആ ഫോട്ടോയും ആ പൂച്ചയും ഒക്കെ കൂടെ കൊണ്ടു കിടക്കുന്നത്. അക്ബറിന് ആ ഓർമ്മകളിൽ മാത്രമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഞാനിവിടെ ഉള്ളത് അക്ബറിനൊരു പെയിനാണ്. അതുകൊണ്ട് ഈ ഡിവോഴ്സ് അക്ബർ എനിക്ക് ചെയ്യുന്ന ഹെൽപ്പല്ല, ഞാൻ അക്ബറിന് ചെയ്യുന്ന സഹായമാണ്.
ഹലോ ഷി. സാറേ, ആ ശ്രീ സായി ബിൽഡേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നു. അതിന്റെ MD ഇന്ന് രാത്രി കൂടി സിറ്റിയിലുണ്ട്. നാളെ ഏർലി മോർണിംഗ് ആളെ ദുബൈക്ക് പോകും. പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചെത്തുള്ളൂ എന്നാ പറഞ്ഞു. അവരുടെ ഓഫീസിലെ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് താമസം. അത്യാവശ്യം ആണെങ്കിൽ ഇന്ന് രാത്രി തന്നെ കാണാമെന്നും പറഞ്ഞു. ഇന്ന് തന്നെ ഉണ്ടേക്കാം. ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാവാം. നീ എന്നെ വന്നൊന്ന് പിക്ക് ചെയ്യണം. ഓക്കെ സാർ. ഓക്കെ, ശരി. മാത്യു ആണ്, കർണാടക പോലീസിലെ. ലൗഡ് സ്പീക്കറിലിട്ട്. ഹലോ ഹലോ ഷി. നീ വൈകിട്ട് പറഞ്ഞ കേസ് ഞാൻ അന്വേഷിച്ചു. അത് സൂയിസൈഡ് തന്നെ. കുട്ടിയുടെ അമ്മ കാലത്ത് റൂമിൽ ചെന്നപ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു എന്നാ സ്റ്റേറ്റ്മെന്റ്. സെഡേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് പോയിസണാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. പോയിസൺ പറ്റിയ ഷാളും പോയിസന്റെ ഒരു ബോട്ടിലും സ്പോട്ടിങ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വേറെ സസ്പീഷ്യസ് ആയിട്ട് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആ കുട്ടിയുടെ മദറിന്റെ സ്റ്റേറ്റ്മെന്റിൽ അൺയൂഷ്വൽ ആയിട്ടൊന്നുമില്ല. കൊച്ചിയിൽ നിന്ന് റിസർച്ചിനിടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ബാംഗ്ലൂർ എത്തിയത്. വന്നു കഴിഞ്ഞ് വല്ലാതെ ഡൗൺ ആയിരുന്നു. 1-2 വട്ടം പുറത്തു പോയതല്ലാതെ ആള് മുറി വിട്ടെവിടെയും പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ആ കുട്ടിയുടെ അങ്കിളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. നിഹാരികയുടെ അമ്മ ആവശ്യപ്പെട്ടിട്ട് അയാൾ സംഭവം നടക്കുന്നതിന്റെ തലേന്ന് ബാംഗ്ലൂർ എത്തിയതാണ്. കൊച്ചിയിൽ വെച്ച് നിഹാരിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായി അയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് അധികം താല്പര്യം കാണിക്കാത്തതുണ്ട്. ആ ആംഗിളിലൊന്നും കൂടുതൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. കേസ് ഈസ് കൈൻഡ് ഓഫ് ക്ലോസ്ഡ്. ഓക്കെ മാത്യു, തൽക്കാലം ഇത്രയും മതി. ശരി. നമ്മുടെ ഡോക്ടർ പറഞ്ഞതും ഇങ്ങനെ ഒരു പോയിസന്റെ സാധ്യതയല്ലേ? അതുപോലെ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? നിഹാരിക മരിക്കുന്ന ദിവസം JP ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്ന് സംസാരിച്ചപ്പോൾ അയാളത് പറഞ്ഞില്ലല്ലോ. അയാളെ കണ്ടുവന്നത് മുതൽ സാറിനൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറയാം, നീ വണ്ടി എടുക്ക. അപ്പോൾ ഈ ലൂക്കയെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഓഫീസർ, നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ആ പടങ്ങൾ വരച്ചയാളുടെ പേര് ലൂക്ക എന്നാണെന്ന് തന്നെ ഞാൻ അറിയുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ടീമിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ആ പ്രോജക്റ്റ്. ആക്ച്വലി ആ പെയിൻറ്റിങ് ഞങ്ങൾക്ക് റീതിങ്ക് ചെയ്യാനൊരു അവസരം തന്നു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ന്യൂസൊക്കെ നിങ്ങളും കണ്ടു കാണും. ഇപ്പം ഞങ്ങളുടെ വാൾ സിറ്റിയിലെ ഒരു അട്രാക്ഷനാണ്. അപ്പോൾ അതാരാ ചെയ്തതെന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അഷഫെ, ഈ ബാഗ് ഒന്ന് താഴ്ത്തിക്ക് വയ്ക്കും. ഓക്കെ മാം. യെസ്, അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇറ്റ് ഹാഡ് ബിക്കം എ ടോക്കിംഗ് പോയിന്റ്. ആൻഡ് ആസ് ഐ സെഡ്, മിസ്റ്റേക്ക് ഞങ്ങളുടേതായതുകൊണ്ട് അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈവിൾ ഇൻറ്റൻഷൻസ് ഉള്ള ഒരു ഫേമൊന്നും അല്ല ഞങ്ങളുടേത്. ഫെയർ ഡീൽസ് മാത്രം ചെയ്യുന്ന അത്യാവശ്യം സോഷ്യൽ കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. വീവ് ബീൻ ഫീച്ചേർഡ് ഇൻ മീഡിയ മെനി ടൈംസ്. മിസ് സായ്പ്രിയ ഇന്ന് പോയാൽ ഇനി എന്നാണ് തിരിച്ച്? മാം, ഇത് ജയപ്രകാശ് അല്ലേ? അതെ. ജയപ്രകാശിനെ എങ്ങനെയാ നിങ്ങൾക്ക് പരിചയം? JP is a good friend of mine and a well-wisher of Seaside. JP ഒരുപാട് കാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. When his sister was getting settled down. അന്ന് മുതലുള്ള പരിചയമാണ്. നിങ്ങളും ബാംഗ്ലൂരിൽ നിന്നാണല്ലേ? അതെ, ഞാൻ മിക്കവാറും അവിടെയാണ്. ഇവിടുത്തെ കാര്യങ്ങളുടെ ഇൻചാർജ് എൻ്റെ ഒരു പാർട്ട്ണറാണ്. അങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂ പോലും ഉണ്ടാകുന്നത്. ആ പാർട്ട്ണർ JP ആണോ? നെവർ. ഹി ഈസ് ജസ്റ്റ് എ ഗുഡ് ഫ്രണ്ട് ആൻഡ് എ വെൽ വിഷർ. ദാറ്റ്സ് ഓൾ. ഓക്കെ മിസ് സായ്പ്രിയ, താങ്ക് യു ഫോർ യുവർ ടൈം. ആ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ സോറി. നോ വറീസ് അറ്റ് ഓൾ. മോളെ 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 കുഞ്ഞിനെന്തോ പറ്റി? എന്താ? കുഞ്ഞിന് വയ്യ വയ്യ, ഒന്ന് നോക്കി വാ. അയ്യോ, ലൂക്ക, എന്തു പറ്റി? ലൂക്ക, എന്താ? എന്ത് പറ്റിയെന്ന് അറിയില്ല കുഞ്ഞ്. പെട്ടെന്ന് ബോധം പോയി. ഞാനിപ്പോൾ ദേ വെള്ളം മുഖത്തൊക്കെ തളിച്ചാ എഴുന്നേപ്പിച്ചത്. എന്തു പറ്റി? ഞങ്ങൾ കയറി വരുമ്പോ കുഞ്ഞ് സൈക്കിൾ എടുത്തോണ്ട് പുറത്തേക്ക് പോയി. എന്താ പറ്റിയേ? ഒരു 10 മിനിറ്റ് ആയി കാണും. ഞാൻ ദേ ചെടി അടിച്ചോണ്ടിരിക്കുന്നു. ആകപ്പാട് വെപ്രാളപ്പെട്ട് തിരിച്ചു വന്നു. സൈക്കിൾ ഇവിടെ വെച്ചു ബോധം കെട്ട് വീണു. എന്തു പറ്റി? What happened? Are you okay? ഗ്രൗണ്ടിനടുത്തുള്ള മരത്തില് ഒരാള് അയാളിങ്ങനെ തൂങ്ങി നിൽക്ക. നാക്കൊക്കെ പുറത്തു വന്ന് ചുറ്റും കുറെ ആൾക്കാരും. കുഞ്ഞ് ഉറങ്ങിയ മോളെ? ഇതിപ്പോൾ പലതവണയായി. കുഞ്ഞിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം കുഞ്ഞിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ശിവനാശൻ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയത്.
ചേച്ചിയുടെ കയ്യിൽ ശിവനാശന്റെ നമ്പർ ഉണ്ടാവോ? നമ്പർ വിളിച്ചാൽ കിട്ടുമോന്നറിയില്ല. നമ്പർ ഉണ്ട്, തരാം. നെക്രോഫോബിയ എന്നത് മരണത്തോടുള്ള അല്ലെങ്കിൽ മരണത്തെ സൂചിപ്പിക്കുന്ന വസ്തുക്കളോടുള്ള, അതായത് ഫ്യൂണറൽസ്, കല്ലറകൾ, കോഫിൻസ്, ശവശരീരങ്ങൾ, ഇവയൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അകാരണമായ ഭയം. സാധാരണ നമുക്കൊക്കെ തോന്നുന്ന പേടിയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എക്സ്ട്രീം കണ്ടീഷനാണ് ഈ ഫോബിയ. ലൂക്കയ്ക്കുണ്ടായതുപോലെ ചിലപ്പോൾ അൺകോൺഷ്യസ് ആവാം, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നാം, പാനിക് അറ്റാക്സ് വരാം. ഇതിൽ നിന്നൊക്കെ മനസ്സിനെ പിന്തിരിപ്പിക്കലാണ്, അല്ലെങ്കിൽ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കലാണ് ഏറ്റവും ബേസിക്കലായ ട്രീറ്റ്മെൻറ്റ്സിൽ ഒന്ന്. അവനെ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരയും കുറിയൊക്കെ പഠിപ്പിച്ചത്. കലയിലുള്ള അവൻ്റെ ഒരു എക്സ്ട്രീം ഇൻട്രസ്റ്റ് സത്യത്തിൽ അവനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. കലകളാണ് മനുഷ്യ മനസ്സിന് ഏറ്റവും നല്ല തെറാപ്പി. ദാറ്റ്സ് സയന്റിഫിക്കലി പ്രൂവൺ. ലൂക്കയുടെ കാര്യത്തിൽ നമ്മൾ അതാ ചെയ്തത്. ഒന്ന് റിക്കവറായി എന്ന് തോന്നിയപ്പോഴാ അമ്മയുടെ മരണം. അയാളിപ്പോൾ ആക്ച്വലി നെക്രോഫോബിക് മാത്രമല്ല, തനാറ്റോഫോബിയ എന്ന കണ്ടീഷൻ കൂടിയുണ്ട്. ഡെത്ത് ആങ്സൈറ്റി, മരണഭയം എന്നൊക്കെ പറയില്ലേ. അമ്മയുടെ മരണം കൂടി ആയപ്പോൾ അയാളുടെ അടുത്ത് എവിടെയോ മരണം ഒളിച്ചിരിപ്പുണ്ട് എന്നൊരു തോന്നൽ. ഈ കണ്ടീഷൻ ഇൻക്യൂറബിൾ ഒന്നുമല്ല, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നിന്റെ പേടികളെ ഞാനും പേടിച്ചു തുടങ്ങിയിരുന്നു ലൂക്ക. I wish you didn't have to go through this. ലൂക്ക, നീ ഇന്ന് ചെയ്തത് വളരെ മോശമായിപ്പോയി. ഞാൻ എൻ്റെ അമ്മയോട് പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ് നീ ഇന്ന് അവിടെ വിളിച്ചു കൂവിയത്. എനിക്ക് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ ലൂക്ക? എടോ, താൻ പോയി വണ്ടി എടുത്തിട്ടോ, ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ തിയേറ്ററിൻ്റെ അവിടെ ഇടാന്ന്. അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. സിനിമ കാണാനും കാശ് കൊടുക്കണം, പാർക്കിങ്ങിനും കാശ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കുന്നില്ല. ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉള്ളത് വെറുതെ അവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. 5 രൂപയായിരുന്നു പാർക്കിംഗ് ഫീ. 10 സിനിമയുടെ രൂപ 50 പോയില്ലേ? നമ്മളിന്ന് ഒരു സിനിമയിലേ കണ്ടുള്ളൂ. ഇനിയും കാണുമല്ലോ. എടോ, എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് വിശക്കുന്നു. അതാണോ പ്രശ്നം? എന്താ വിശപ്പല്ലേ പ്രശ്നം? ഫ്രീ ഫുഡ്. ഇതെന്ത് സ്ഥലം ഇത്? പറഞ്ഞിട്ട് പോടും. എന്താണ് ഇതുപോലെ കല്യാണ പാർട്ടിയാ? എന്ത് പാർട്ടിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഇവിടെ എപ്പോ വന്നാലും എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവും. ഫ്രീ ഫുഡും കിട്ടും, കള്ളം കിട്ടും. കഴിക്കുക, ചിരിച്ച് കാണിക്കുക, പോവുക. എന്നാലും അതൊരു ബോറടപാടല്ലേ? ആയിരുന്നു. ഞാൻ ഫുഡ് എടുത്തിട്ട് 2 പേർക്കുള്ള ഫുഡ്. കഴിച്ചു കഴിച്ചു. ഇവർക്ക് ഫ്രൈ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ നമ്മൾ ചോദിക്കണൊന്നും കിട്ടുമൊന്നുമില്ല. ഇവിടെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. കൊള്ളാം. ഓക്കെ, തരക്കേടില്ലാത്ത ഭക്ഷണമാണ്. എടോ, അങ്കിൾ അവിടെ നിൽക്കുന്നു. എന്ത് ചെയ്യും? അതിൻ്റെ എടോ, ഇങ്ങോട്ടേക്ക് വരുന്നു. നേഹ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, ഒറ്റയ്ക്ക്. ഇല്ല സാറില്ല, ഞാൻ പോയിട്ട് വരാം. എടി, നീ എന്താ കാണിക്കണേ? ആ ചേട്ടാടെ കൂടെയാണ് താമസം. അങ്കിളുടെ വീടിനെക്കാളും സേഫാണ് ഞാൻ അവിടെ. ഒരു ബഗ്. ഞാൻ നിന്റെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ, പറഞ്ഞൂടായിരുന്നോ? ഞാനും കൂടാൻ ചില കാര്യങ്ങൾ പറയാൻ. നീ ഒന്നും പറയില്ല. അതങ്കിളിന് തോന്നുന്നതാ. എനിക്കിപ്പോ നിങ്ങളെ പേടിയൊന്നുമില്ല, പുച്ഛമാണ്. നീ അവനോടെല്ലാം പറഞ്ഞ പറഞ്ഞെങ്കിൽ തൊട്ടു പോരുത്. നീ ആരാ? ഞങ്ങളുടെ കുടുംബകാര്യം താനെ കൊണ്ട് പറയിപ്പിക്കരുത്. മാമനൊരു കാര്യം മനസ്സിലാക്കിയിട്ട്
ഇവള് തന്റെ പഴയ പെങ്കൊച്ചല്ല, തൊടാനും തലോടാനും. അറിയട്ടെ, എല്ലാരും അറിയട്ടെ, ഞങ്ങളെ തനിക്കോളും. ഇവള് മാത്രമുള്ളായിരുന്നു, വേറെ പിള്ളേരുണ്ടായിരുന്നു തനിക്ക് മാമൻ കളിക്കാൻ. വീട്ടിൽ കുട്ടികളുടെ ഇയാളുടെ മുഖം ശരിക്കും നോക്കി വെച്ചു. വീട്ടിൽ കയറ്റാൻ കൊള്ളതായിട്ടോ. ലൂക്ക, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എവ്രിബഡി ഈസ് നോട്ട് എ ബ്ലഡി ഓപ്പൺ ബുക്ക് ലൈക്ക് യു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യം നീ അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പോകിയത്. എനിക്കറിയാം എനിക്കത് എത്ര ഡിസ്റ്റർബിംഗ് ആണെന്ന്. നേഹ,